നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൻ്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങളാണല്ലോ ഇന്ന്. 2 കളിയും വളരെ പ്രധാനമാണ്. പ്ലേ ഓഫിലെ ഒരു സ്പോട്ടാണ് ഓപ്പൺ അപ്പായി കിടക്കുന്നത്, നമുക്കറിയാലോ. അതായത് RCBയും GTയും കൂടി കളിക്കും ക്വാളിഫയർ. എലിമിനേറ്ററിൽ SRHൻ്റെ എതിരാളി ആരാണ് എന്ന് തീരുമാനിക്കേണ്ട പോരാട്ടങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 3:30 രാജസ്ഥാൻ റോയൽസും MIയും തമ്മിലുള്ള കളി. അതിനുശേഷം KKR DCക്കെതിരെ കളിക്കുന്നു. അപ്പം RRനെ സംബന്ധിച്ചിടത്തോളം മറ്റ് റിസൾട്ടുകളൊന്നും നോക്കാനില്ല. അവർക്ക് അവരുടെ റിസൾട്ട് മാത്രം നോക്കിയിട്ടങ്ങ് മുന്നോട്ട് പോകാം. അതിന് ഇന്ന് അവർ MIയെ തോൽപ്പിക്കണം. അതായത് 13 കളി കളിച്ച് 14 പോയിന്റിൽ അവർ നിൽക്കുന്നു. നെറ്റ് റൺ റേറ്റ് 0.083. ഈ ഒറ്റ കളിയാണ് ബാക്കിയുള്ളത്. ഇന്നത്തെ കളി അവർ ജയിച്ചാൽ മറ്റ് സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഒന്നും വകയില്ല, വഴിയില്ല. അവർക്ക് നേരെ പ്ലേ ഓഫിലേക്ക് കടക്കാം. സോ അതിന് സാധിക്കുമോ രാജസ്ഥാൻ റോയൽസിന് എന്നുള്ളതാണ് ഇന്നത്തെ ബിഗ് ക്വസ്റ്റ്യൻ. അതിന് സാധിച്ചില്ല എന്ന് കരുതിക്കോ. RR തോറ്റു എന്ന് പറഞ്ഞാൽ RR പുറത്തായി. അങ്ങനെ തോറ്റാൽ എന്നാൽ KKRന് സാധ്യതയുണ്ടാവുമോ? RR ജയിച്ചാൽ പിന്നെ KKRന് സാധ്യതയില്ല. RR തോറ്റാൽ KKRന് സാധ്യതയുണ്ടാകുമോ? രണ്ടാമത്തെ കളി 7:30 DCക്കെതിരെ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന മത്സരം. സോ ഗെയിം ഓൺ എന്ന് പറയേണ്ടി വരും RR തോറ്റാൽ. ഇല്ലെങ്കിൽ ഗെയിം ഓവർ എന്ന് പറയേണ്ടി വരും. കളിക്ക് മുമ്പേ ഗെയിം ഓവർ ആവും KKRന്. അങ്ങനെ RR തോറ്റു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്താൽ DCയെ തോൽപ്പിച്ചാൽ KKRന് കടന്നുകൂടാൻ പറ്റുമോ എന്നാ ചോദ്യം. അവിടെ ഒരു പ്രശ്നമുണ്ട്. വെറുതെ തോൽപ്പിച്ചിട്ട് കടന്നു കൂടാൻ പറ്റില്ല. കാരണം ഇന്നലെ PBKS 12 പന്തുകൾ ബാക്കി നിൽക്കെയാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. അത് അവരുടെ നെറ്റ് റൺ റേറ്റിനെ നല്ല രൂപത്തിൽ ഹെൽത്തിയാക്കി മാറ്റി. അവരുടെ നെറ്റ് റൺ റേറ്റ് 0.309 PBKSൻ്റേത്. KKRൻ്റേത് ഇപ്പോൾ 0.083. അപ്പം ഇന്ന് ജയിച്ച PBKSനും KKRനും 15 വീതം പോയിൻ്റ് ആകും. RR തോറ്റിട്ടുണ്ടെങ്കിൽ ഇവരിൽ ആര് മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കുക നെറ്റ് റൺ റേറ്റ് ആയിരിക്കും. സോ PBKSനോട് വലിയ അന്തരമുണ്ട് KKRൻ്റെ ഈ നെറ്റ് റൺ റേറ്റിന്. അത് മാറാൻ എന്ത് ചെയ്യണം? അത് മാറാൻ DCയെ തോൽപ്പിച്ചാൽ മാത്രം പോരാ, തോൽപ്പിക്കേണ്ട മാർജിനാണ് ശ്രദ്ധിക്കേണ്ടത്. 200 റൺസ് ആണ് അടിക്കുന്നതെങ്കിൽ ആദ്യം KKR ബാറ്റ് ചെയ്തിട്ട് 200 റൺസാണ് അടിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ 77 റൺസിന് ജയിക്കണം. ഇനി അതല്ല, KKR 225 റൺസാണ് അടിച്ചെടുത്തതെങ്കിൽ 76 റൺസിനെങ്കിലും ജയിക്കണം. ഇനി അതല്ല, 150 റൺസാണ് അവരുടെ ടോട്ടലെങ്കിൽ വിജയത്തിൻ്റെ മാർജിൻ 78 റൺസാണ്. ചുരുക്കത്തിൽ ഒരു 77, 78, 80 റൺസ് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. ആ ഒരു റേഞ്ചിലൊക്കെ വിജയിച്ചാലേ ഈ നെറ്റ് റൺ റേറ്റ് മറികടക്കാൻ പറ്റൂ. ഇനി അതല്ല, DC ആണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നത് വെക്കുക. അങ്ങനെ DC 180 റൺസ് അടിച്ചു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ KKR അത് മറികടക്കണമെങ്കിൽ, ഈ നെറ്റ് റൺ റേറ്റ് മറികടക്കണമെങ്കിൽ അവർക്ക് 12 ഓവർ, ഇൻ ബിറ്റ്വീൻ 12 ആൻഡ് 12.4 ഇതിനിടയിൽ ജയിക്കണം. എന്ന് പറഞ്ഞാൽ 12.4 ഓവറിന് അപ്പുറത്തേക്ക് കളി കടക്കാൻ പാടില്ല. അതിനു മുമ്പ് കളി ജയിച്ചിരിക്കണം എന്നുള്ളതാണ് അവസ്ഥ. സോ അത് ഫൈനൽ വിന്നിംഗ് സ്കോർ എന്താണെന്നതിനനുസരിച്ചിരിക്കും. ഇഫ് DC സ്കോർ 200, KKR വിൽ ഹാവ് ടു വിൻ 12.1 to 12.4. അതാണ് വ്യത്യാസം. സോ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. 13 ഓവറിൻ്റെ ഉള്ളിൽ ജയിച്ച് കയറിയിരിക്കണം രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണ് എന്നർത്ഥം. സോ ഈസി ടാസ്ക് അല്ല. KKRന് തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ ആശങ്കയുണ്ട് ഉള്ള ദിവസം. RR തോറ്റാൽ, RR ജയിച്ചാൽ അവർ കയറി. RR തോറ്റാൽ PBKSനാണ് കൂടുതൽ സാധ്യത. സോ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.